ആത്മപരിശോധനയുടെ പ്രാധാന്യം. ആത്മീയ യാത്രയിൽ നമ്മുടെ വളർച്ചയ്ക്ക് ശാന്തമായ ആത്മപരിശോധനയുടെ നിമിഷങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നമ്മിലെ നാം ആരാണെന്ന് ശോധന ചെയ്യുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. സത്യത്തിലേക്കും ദൈവമായുള്ള ബന്ധത്തിലേക്കും നമ്മെ ഇത് നയിക്കുന്നു. ഈ നിമിഷങ്ങളാണ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുവാനും നമ്മുടെ ആന്തരിക പ്രേരണകളെ മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം തിരിച്ചറിയുവാനും സാധിക്കുന്നത്. ബൈബിളിൽ ഈ ആന്തരിക പരിശോധനയുടെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. സങ്കീർത്തനം 4-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ ഉപദേശിക്കുന്നു: നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. ഇത് ബാഹ്യമായ ശ്രദ്ധയിൽ നിന്ന് അകന്ന് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് എത്തി നോക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഇത് വിധിക്കുവാനുള്ള സമയമല്ല, മറിച്ച് നമ്മുടെ ആത്മീയ അവസ്ഥയെ ദൈവവചനവുമായി നമ്മുടെ യോജിപ്പിനെയും സത്യസന്ധമായി വിലയിരുത്തുന്ന അവസ്ഥയാണ്. ആത്മപരിശോധനയിലൂടെ വളർച്ച ആവശ്യമുള്ള മേഖലകളെ നാം തിരിച്ചറിയുന്നു. ഇത് വിനയവും മാനസാന്തരവും നമ്മിൽ വളർത്തുന്നു. നമ്മുടെ കുറവുകളെ അംഗീകരിക്കുവാനും രൂപാന്തരീകരണത്തിനായി ദൈവകൃപ തേടുവാനും ഇത് നമ്മെ അനുവദിക്കുന്നു. ഒരു തോട്ടക്കാരൻ തൻ്റെ മണ്ണ് പരിപാലിക്കുന്നത് പോലെ ചിന്തനീയമായ ആത്മപരിശോധനയിലൂടെ നാം ജീവിതത്തെ സ്വയം പരിപാലിക്കും. വിശ്വാസത്തിൻ്റെ വിത്തുകൾ ആഴത്തിൽ വേരൂന്നുവാനും പൂവണിയാനും നാം അനുവദിക്കണം. സ്വയ അവബോധം വളർത്തുകയും കൂടുതൽ അധികാരവും ലക്ഷ്യബോധവുമുള്ളതായ ഒരു ആത്മീയ ജീവിതം നമ്മെ നയിക്കുവാനും ഇത് സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.